വിവാഹമെന്ന കൂദാശയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ജോസ് മരിയ പാഡ്രോയുടെ സ്മരണ പുതുക്കി ബ്രസീലിലെ വിശ്വാസി സമൂഹം. നിയമവിരുദ്ധമായ ഒരു വിവാഹം നടത്തിക്കൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 1991 വെടിയേറ്റ് മരിച്ച ഈ വൈദികനെ വിവാഹവിശുദ്ധിയുടെ രക്തസാക്ഷിയെന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. പോർച്ചുഗലിൽ ജനിച്ച് മിഷണറി പ്രവർത്തനങ്ങൾക്കായി ബ്രസീലിലെത്തിയ വൈദികനായിരുന്നു ഫാദർ ജോസ് മരിയ. സെന്റ് ആന്റണി ഇടവകയുടെ വികാരിയായിരിക്കെയാണ് അദ്ദേഹത്തെ തേടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെത്തുന്നത്. പള്ളിയിൽ വെച്ച് വിവാഹം നടത്തിക്കൊടുക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ നടത്തിയ അന്വേഷണത്തിൽ ആ വ്യക്തി നേരത്തെ വിവാഹിതനാണെന്നും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെന്നും വൈദികൻ കണ്ടെത്തി. കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം ജീവിച്ചിരിക്കുന്ന പങ്കാളിയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം സഭാപരമായി സാധ്യമല്ല. അതിനാൽ തന്നെ ഫാദർ ജോസ് ഈ വിവാഹത്തിന് അനുമതി നൽകിയില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ പലതവണ പള്ളിയിലെത്തി വൈദികനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. വലിയ തുക വാഗ്ദാനം ചെയ്തു. പിന്നീട് കടുത്ത വധഭീഷണി മുഴക്കി. എന്നാൽ സഭയുടെ നിയമങ്ങൾ തെറ്റിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ വിവാഹം ആശീർവദിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. 1991 ഏപ്രിൽ 29 രാവിലെ 11 മണിയോടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പള്ളിയിലെ വൈദിക മന്ദിരത്തിൽ അതിക്രമിച്ചു കയറി. അവിടെയുണ്ടായിരുന്ന ഫാദർ ജോസിന് നേരെ 5 തവണ അയാൾ വെടിയുതിർക്കുകയായിരുന്നു. തൻ്റെ 63-ാം വയസ്സിലാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വെടിയേറ്റ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന രക്തം പുരണ്ട ഷർട്ടും ഒരു തിരുശേഷിപ്പായി ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധ ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ പോലെ അധാർമികമായ ബന്ധങ്ങളെ അംഗീകരിക്കാനാകില്ല എന്ന് ഉറച്ചു പറഞ്ഞതിനാണ് ഫാദർ ജോസും കൊല്ലപ്പെട്ടത്. കേവലം ഒരു ചടങ്ങിന് വേണ്ടിയല്ല, മറിച്ച് വിവാഹമെന്ന വിശുദ്ധ ബന്ധത്തോടുള്ള വിശ്വസ്തതയ്ക്കും വിശ്വാസ സത്യങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. ഔദ്യോഗികമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ലെങ്കിലും ബ്രസീലിലെ ജനമനസ്സുകളിൽ അദ്ദേഹം ഒരു വിശുദ്ധനായി വാഴ്ത്തപ്പെടുന്നു.